بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فيا أيها الإخوة أوصيكم عباد الله وإياي بتقوى الله. സഹോദരന്മാരെ, ജാമിഅ വഹദിയയുടെ വജ്ര ജൂബിലി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ കാരണവന്മാർക്കൊന്നും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ സ്ഥാപനം 1966 ഉണ്ടായതാണ്. നമ്മൾ പള്ളിക്കുന്നിലെ വലിയ പള്ളിയിലായിരുന്നു നമ്മുടെ കോളേജ്. നമുക്കറിയാം, ആ ദർസ് കോളേജായി വന്നതാണ്. ആ 66 അതുണ്ടായി കഴിഞ്ഞ ശേഷം അറബ് കണക്കിനുള്ള വർഷം ഹിജറാബ്ദ പ്രകാരം 60 വർഷം പൂർത്തിയായി കഴിഞ്ഞു. ഇംഗ്ലീഷ് വർഷപ്രകാരം ഇപ്പോൾ 2026 ആണല്ലോ. അപ്പൊ 60 വർഷം പൂർത്തിയായിട്ടുണ്ട് നമ്മുടെ ജാമിഅ വഹദിയ എന്ന സ്ഥാപനത്തിൽ. ആ 60 വർഷം പൂർത്തിയായി കഴിഞ്ഞതിനെ ആധാരമാക്കി നടത്തുന്ന ആഘോഷമാണ് ഡയമണ്ട് ജൂബിലിന്നോ അല്ലെങ്കിൽ വജ്ര ജൂബിലിന്നൊക്കെ പറയുന്ന ആ പരിപാടി. അത് നമ്മളൊരു പ്രഖ്യാപന സമ്മേളനം, നമ്മളെ മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മധുര സംഘമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി നമ്മൾ ഓർക്കുന്നുണ്ടാവും. കുറച്ച് മുമ്പ് കഴിഞ്ഞ ജനുവരി അതിന്റെ ഭാഗമായി പല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സംരംഭമാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നമ്മുടെ ജനകീയ ദർസ് ആമി, സാധാരണക്കാർക്കുള്ള ദർസ് എന്ന പേരിൽ, ലളിതമായ നിലയിൽ സാധാരണക്കാർക്കുള്ള ദർസിന് സാധാരണമായി നൽകുന്ന ഒരു പേര് തന്നെ നൽകിയിട്ട് ഫത്ഹുൽ മുഈനിന്റെ ജനകീയ ദർസ് എന്ന ഒരു സംരംഭം ഇതിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്നുണ്ട്. പഴയ കാലത്തൊക്കെ നമുക്കറിയാം, പള്ളി ദർസുകളുള്ള സ്ഥലങ്ങളിൽ ആ പള്ളി ദർസിൽ വിദേശികളായ മൂല്യന്മാരും കുട്ടികളും മൂല്യന്മാരും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നാടിലെ ആളുകളും നാട്ടുകാരുമായ വിദ്യാർത്ഥികളും നാട്ടുകാരായ പഠിക്കുന്നവരുമൊക്കെ ആ ദർസിൽ പഠിക്കും. അങ്ങനെ പഠിച്ചാണ് പിന്നെ അവര് പുറം നാടുകളിലേക്ക് പോകല്, പുറം നാടുകളിൽ പോയി പഠിക്കലും പിന്നെ അവര് മൂല്യന്മാരായിട്ട് വരലൊക്കെ ഓരോ നാട്ടിലും. നമുക്കറിയാം, നാട്ടുകാരുട്ടികളെ ദർസ്, നാട്ടുകാരുട്ടികൾ വരിക എന്നൊക്കെ അതിന് പണ്ടേ കാലത്ത് പറയും. നമ്മുടെ വണ്ടൂര് പള്ളിക്കുന്ന് ദർസിലും ആ വിധം ഒരുപാട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഓതിയിട്ടുണ്ട്. അങ്ങനെ ഓതാത്തവരായി ഈ പ്രദേശങ്ങളിൽ നിന്ന് വിദേശത്ത് പോയോ മറ്റു നാടിൽ പോയോ പഠിച്ചു വരുന്ന മൂല്യന്മാരുണ്ട്. അതിൽ നമ്മളെ കുഞ്ഞിട്ടേരിയൊക്കെ അടക്കമുള്ള എല്ലാ മൂല്യന്മാരും അങ്ങനെ നാട്ടിലെ പള്ളിയിൽ ആദ്യം ഓതിയും കണ്ട് ഇങ്ങനെ പോയി വളർന്നു വരുന്നവരാണ്. അങ്ങനെ എല്ലാ മൂല്യന്മാരും ചില നാടുകളിൽ സാധാരണ വിദേശികളായ വിദ്യാർത്ഥികൾ ഓതുന്ന പോലെ തന്നെ ദർസുകളിൽ നാട്ടിലുള്ള ആളുകൾ പഠിച്ചുകൊണ്ട് നല്ല മൂല്യന്മാരായി വളർന്നിട്ടുള്ള സംരംഭങ്ങളുമുണ്ട് ഒരുപാട്. വളരെ വലിയ മൂല്യന്മാര് നമുക്കറിയാം. നമ്മുടെ നാടില് ഇന്നത്തെ തലമുറക്കൊന്നും പരിചയമില്ലെങ്കിലും പഴയ വയസ്സന്മാർക്കൊക്കെ പരിചയമുള്ള ചെറിയ മൂല്യര്, കുട്ടിയ മൂല്യര് എന്നൊക്കെ പറയുന്ന വലിയ 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 ആലിമീങ്ങൾ. ആ ആലിമീങ്ങളൊക്കെ ഏറെക്കുറെ നമ്മുടെ നാടിലെ പള്ളിക്കുന്ന് പള്ളിയിൽ തന്നെയാണ് അത്യാവശ്യം മൂല്യന്മാരാവോളം പഠിച്ചുകൊണ്ടിരുന്നത്. ശേഷമാണ് അവർ പുറത്ത് ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞലി മുസ്ലിയാരെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ ദർസുകളിലൊക്കെ പോയി വലിയ ആലിമുകളായി വന്നു. വലിയ ആലിമുകളായിരുന്നവരൊക്കെ ധാരാളം ശിഷ്യന്മാരുള്ള ആലിമുകൾ. അങ്ങനെ നമ്മുടെ നാടിലുള്ള ഒരുപാട് കേളി കേട്ട ആലിമീങ്ങൾ തന്നെ പഴയ കാലത്ത് ജീവിച്ചിരുന്നു. അത് എല്ലാ നാടിലുമുണ്ട്. അപ്പൊ ആ നിലയിലുള്ള നാട്ടുകാരുടെ ദർസ് അസ്തമിച്ചപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ നാട്ടുകാരുടെ ദർസ് എന്നുള്ള പേരിൽ പല പരിപാടികളായി പല സംഘടനകളുടെ പേരിലായി നടന്നൊക്കെ വരുന്നുണ്ട്. അതിനും ഇപ്പോ പുതിയ തലമുറയിൽ ആളുകൾക്കൊന്നും അതിനൊന്നും ഒഴിവില്ല. നമുക്കറിയാം, ആളുകൾക്ക് അതിനൊന്നും സമയമില്ല എന്നുള്ളത്. ആളുകൾ എത്ര വയസ്സന്മാരായാലും എത്ര പ്രായമുള്ളവരായാലും പള്ളിയിൽ തന്നെ കൂടുന്നവരായാലും നടക്കുന്ന ദർസുകളിലൊക്കെ കൂടാനും കേൾക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഇല്ല. അങ്ങനെ വന്ന ഒരു കാലത്ത്
നമ്മുടെ സ്ഥാപനത്തിന്റെ 60-ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നാട്ടുകാർക്ക് മദ്രസയുടെ ആഭിമുഖ്യത്തിലോ പള്ളിയുടെ ആഭിമുഖ്യത്തിലോ മഹല്ലിന്റെ ആഭിമുഖ്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിലോ ഒക്കെ പഠിച്ചിരിക്കൽ അനിവാര്യമായ ഇബാദത്തിന്റെ മസലകളും ഇബാദത്തിന്റെ കാര്യങ്ങളും അതിന്റെ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ കേട്ടുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക എന്ന് പറയുന്ന ഒരു സംരംഭം വയലിൽ നമ്മൾ കേൾക്കും, ക്ലാസ്സിൽ നമ്മൾ കേൾക്കും. അതൊക്കെ പറയുന്ന മൂല്യന്മാരും ക്ലാസ് എടുക്കുന്ന മൂല്യന്മാരും ക്രമീകരിക്കുന്ന വിഷയാനുസരിച്ചുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ നിർബന്ധിതരാകാണ്. ആ നിലക്ക് നമ്മൾ അങ്ങനെ കേട്ടുപോവാണ്. അങ്ങനെയല്ല, ഒരു കിതാബ് വെച്ചുകൊണ്ട് ആ കിതാബിലുള്ളത് നമ്മൾ ദർസ് നടത്തുമ്പോൾ ആ കിതാബിൽ എന്താണ് പറഞ്ഞത് എന്നത് അതിന്റെ ഏകദേശം ഒരാശയമാണ് നമുക്ക് മനസ്സിലാക്കുക. ജനകീയ ദർസ് എന്നുള്ള ആൾക്കാവുമ്പോൾ നല്ല പണ്ഡിതന്മാര് പിന്നീട് ദർസ് നടത്താനും പിന്നീട് വലിയ പ്രഗത്ഭരായ ഉലമാക്കളായി മാറാനും പറ്റുന്ന തരത്തിൽ പദാനുപദം ഓരോ പദങ്ങളും പഠിച്ച് ചർച്ച ചെയ്ത് അങ്ങനെയൊക്കെ പഠിക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല, അത് കഴിയില്ല നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്നത് നമ്മൾ ചെറുതായി കാണുന്ന ഒരു കിതാബല്ല, ഇത്ര കട്ടിയുള്ള ഒരു കിതാബാണ് ഈ കിതാബ്. ഈ കിതാബ് 10 വാള്യങ്ങളുള്ള തുഹ്ഫ എന്ന മഹത്തായ ബൃഹത്തായ ഗ്രന്ഥത്തിന്റെ ഏതാണ്ട് ചുരുക്കമാണ്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അവരുടെ മറ്റു പല ഗ്രന്ഥങ്ങളുടെയും ചുരുക്കമാണ്. ഇബ്നു ഹജർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതർ അവരാണ് ഇപ്പൊ ശാഫിഈ മദ്ഹബിനെ സംബന്ധിച്ച് നമ്മൾ അറിയുന്ന കാലത്തൊക്കെ എന്തെങ്കിലും ഒരു മസ്അലയും വിഷയവും ചോദിച്ചാൽ നമ്മുടെ നുസ്രത്തിലും മുൽബിലും ഒക്കെ നമ്മൾ ചോദ്യോത്തരത്തിലും ഫത്വയിലൊക്കെ വായിക്കുന്നത് തുഹ്ഫ, ഇങ്ങനെയാണ് തുഹ്ഫ ഇത്രാം പേജ് എന്നാണ്. അതിലില്ലാത്ത മസ്അല ഇല്ല. ശാഫിഈ മദ്ഹബ് എന്ന മദ്ഹബ് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള അള്ളാഹുവിന്റെ വിധികളെയും വിവരിക്കുന്ന ഒരു വലിയ മദ്ഹബാണ്. ആ മദ്ഹബിന്റെ അകത്തെ എല്ലാ അള്ളാഹുവിന്റെ അഹ്കാമുകളും മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തങ്ങൾ അവറുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അവര് മക്കയിൽ ഹറമൈനിയിൽ ദർസ് നടത്തിക്കൊണ്ട് മക്കയിലും മദീനത്തുമുള്ള പണ്ഡിതന്മാർക്ക് ദർസ് നടത്തിക്കൊണ്ട് 2 ഹറമുകളിലും വലിയ ആലംബവും അവലംബവുമായി ഗ്രന്ഥരചനകളും ഫത്വാകളുമായി ജീവിച്ചിരുന്ന കാലത്ത് അവിടെ പോയി ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യത്വം നേടാൻ കഴിഞ്ഞിട്ടുള്ള മഹാനാണ് ഈ ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് രചിച്ചിട്ടുള്ള സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെതാണ് ഈ കിതാബ്. സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേരിൽ പൊന്നാനിയിലേക്ക് വന്ന പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ഒരു നിയോഗപ്രകാരം അള്ളാഹുവിന്റെ ഒരു നിശ്ചയപ്രകാരം നമ്മുടെ മലബാറിലേക്ക് എത്തിപ്പെട്ടവരാണ്. അള്ളാഹു ഏൽപ്പിച്ചതാണ് അവരെ. അവർ വന്നതിന് ശേഷം പൊന്നാനിപ്പള്ളി ഉണ്ടാക്കി എന്ന് പറയുന്നതാണ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേരിൽ ആദ്യമായി പൊന്നാനിയിൽ വന്ന മഹാനവറുകൾ ചെയ്ത മഹത്തായ സേവനം. പൊന്നാനിപ്പള്ളി ഇന്നും പോയാൽ അറിയാം, ആ പള്ളിക്ക് ആധുനികതയുടെ പൗരണികളേക്കാളേറെ പഴമയുടെ എല്ലാ ഗാംഭീര്യവും ആ പള്ളി ഇന്നും നിലനിർത്തുന്നുണ്ട്. പഴയ കാലത്ത് തന്നെ ആധുനികമായി നമ്മൾ നിർമ്മിക്കുന്ന വലിയ 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 പള്ളിനേക്കാളൊക്കെ വലുപ്പവും വിശാലതയും 400ഉം 500ഉം പണ്ഡിതന്മാർ അവിടെ നിരന്തരം താമസിച്ച് പഠിക്കാനുള്ള സൗകര്യവും ഉള്ള ഒരു പള്ളിയായിട്ടാണ് അന്ന് മഹാനവറുകൾ കയറ്റുന്നത്. വലിയൊരു വിപ്ലവമായിട്ട് നമ്മുടെ കേരളത്തിൽ കിബില തർക്കം എന്ന് പറഞ്ഞൊരു തർക്കം നടക്കുന്ന കാലത്ത് കേരളത്തിലെ അനേകം പള്ളികൾ പരിശോധിച്ചു നോക്കുമ്പോൾ കിബിലന്റെ കൃത്യമായ ദിക്കിലേക്കല്ലാത്ത കാണുകയും അവിടെയൊക്കെ അത് പൊളിച്ചു പണിയുന്ന ഒരു ചുറ്റുപാടുണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു വലിയ തർക്കം നടക്കുന്ന ഉലമാക്കൾക്കിടയിൽ നടന്ന കിബില തർക്കം എന്ന കാലത്ത് ആ തർക്കവുമായി വന്ന ഉലമാക്കളൊക്കെ പരിശോധിച്ചിട്ടും കിബിലയുടേക്ക് കൃത്യമായി കണ്ടിട്ടുള്ള ഒരു മഹത്തായ പള്ളിയാണ് പൊന്നാനി പള്ളി. അതേപോലെ തന്നെ മമ്പറന്തങ്ങൾ ഏൽപ്പിച്ച മമ്പറത്തെ പള്ളി. ഈ 2 പള്ളിയും കൃത്യമായി കിബിലയിലേക്കായിരുന്നു. നമ്മൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്ന കിബിലയുടെ ദിശ നിർണയിക്കുന്ന ഉപകരണങ്ങളോ അതോ മറ്റൊന്നും കണ്ടുകൊണ്ടല്ല അവർ അത് നിർമ്മിച്ചത്. മമ്പർത്ത തങ്ങൾ പിന്നെ മമ്പർത്തുനിന്ന് തന്നെ നോക്കിയിട്ട് കഅബ കാണിച്ചു കൊടുത്തുകൊണ്ടുണ്ടാക്കി എന്നൊക്കെ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. ശരിയോ തെറ്റോ എന്നറിയില്ല. ഏതായാലും അതൊക്കെ കഴിയുന്നവരാണ് ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ അവர்கள்.
എന്നാൽ അതേപോലെ തന്നെയാണ് അതിന്റെ മുൻപ് മമ്പറന്തങ്ങളവർകൾ അതൊക്കെ നിർമ്മിക്കുന്നതിന്റെ ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൊന്നാനിപ്പള്ളി ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അത് ആദ്യത്തെ വലിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. ആ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പുത്രന്റെ മുഹമ്മദുൽ വസാലി എന്നറിയുന്ന പുത്രന്റെ മകനാണ് ഈ ഫത്ഹുൽ മുഈൻ രചിച്ചിട്ടുള്ള മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം എന്നവർ. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അവരിൽ വളരെ പ്രസിദ്ധരായി പൊന്നാനി ഉലമാക്കളിൽ ഏറ്റവും പ്രസിദ്ധർ ആദ്യം പൊന്നാനി പള്ളി എടുപ്പിച്ച വലിയ സൈനുദ്ദീൻ മഖ്ദൂം തന്നെ. ഇപ്പത്തെ മദ്രസയിലെ കുട്ടികൾക്ക് നമ്മുടെ പാഠബുക്കിൽ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അവരെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരൊക്കെ നല്ലോണം അറിയാം, നമുക്കൊക്കെ അറിയണില്ല. കാരണം അവരെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആ വലിയ സൈനുദ്ദീൻ മഖ്ദൂം എന്നവരുടെ മകൻ മുഹമ്മദുൽ വസാലിയുടെ മകനാണ് ഈ ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയിട്ടുള്ളവർ. വലിയ സൈനുദ്ദീൻ മഖ്ദൂം ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തസവുഫിന്റെ ഗ്രന്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും ഒക്കെയാണ് അധികവും രചിച്ചിരുന്നത്. അവരുടെ രീതിയും അതായിരുന്നു. അവർ അവിടെ തുടങ്ങി വെച്ചിട്ടുള്ള പൊന്നാനി ദർസിന്റെ പാരമ്പര്യത്തിന്റെ ശേഷം പിന്നെ കേരളീയ ജീവിതം മുഴുവൻ പൊന്നാനി ഉലമാക്കന്മാരുടെ സരണിക്കനുസരിച്ചാണ്. അവരുടെ സരണി വിശ്വാസപരമായും ആചാരപരമായും നമുക്കറിയപ്പോ നമ്മളെ കാലത്ത് ആരൊക്കെ എന്തൊക്കെ പള്ളി ദർസുകളിൽ ഓതിയിട്ടുണ്ടോ ആ ഓതിയിട്ടുള്ളതെല്ലാം പൊന്നാനിയിലെ ഉലമാക്കന്മാരുണ്ടാക്കിയ കിതാബുകളാണ് കാണാം. അപ്പൊ 10 കിതാബ്, 10 കിതാബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന നമുക്കറിയണ 10 കിതാബ്. ആ 10 കിതാബ് ഇപ്പോ അതിലെ അനേകം കിതാബ് മുത്തഫരിദ് ആവട്ടെ, നൂറുൽ അബ്സാർ ആവട്ടെ, അതുപോലത്തെ കിതാബുകളാവട്ടെ, ഇതൊക്കെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. മുത്തഫരിദ്, ബാബു അരിബത്തു സുഹറ, ബാബു അരിബത്തുൽ കുബറ പോലത്തെ ഒരു 4-5 കിതാബുകൾ 10 കിതാബുകളിലുള്ളത് ബഹുമാനപ്പെട്ട ഇത് രചിച്ചിട്ടുള്ള ആളുടെ പിതൃവ്യൻ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നവരായിരിക്കും. പിതൃവ്യനോ അല്ലെങ്കിൽ മറ്റൊരാളോ ആ പേരിലുള്ള സൈനുദ്ദീൻ മഖ്ദൂം തന്നെ അത് രചിച്ചത്. ശേഷമുള്ള അനേകം നമ്മൾ പഠിച്ചു വരുന്ന വിശ്വാസത്തിന്റെ കിതാബുകളും ആചാരത്തിന്റെ കിതാബുകളും ഒക്കെ പൊന്നാനിയിലെ ഉലമാക്കൾ രചിച്ചതാണ്. ആ കൂട്ടത്തിൽ വിശ്വപ്രസിദ്ധമായി ലോകത്തെ വലിയ യൂണിവേഴ്സിറ്റികളിലും പഠന കേന്ദ്രങ്ങളിലും ഒക്കെയും പഠിപ്പിച്ചു വരുന്ന ശാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമാണ് ഈ ഫത്ഹുൽ മുഈൻ. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വെച്ചാൽ നമ്മളെ കോളേജിലുണ്ട്. നമ്മളിപ്പോ ഇത് നോക്കിയിട്ടാണല്ലോ ഈ ചോദ്യോത്തരങ്ങൾക്കൊക്കെ എഴുതുമ്പോൾ തുഫ നമ്പറിട്ട് കൊടുക്കുന്നത്. പല വാള്യങ്ങൾ, 10 വാള്യങ്ങൾ. അത് ഇത്ര വെച്ചാൽ ഉണ്ടാകുന്ന ആ 10 വാള്യങ്ങളിലുള്ള മസ്അലപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ, അതായത് അള്ളാന്റെ ദീനിന്റെ അഹ്കാമുകളൊക്കെ ഈ ഗ്രന്ഥത്തിൽ ഒതുക്കപ്പെട്ടു. അത്ര വിശിഷ്ടമായ ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. പഴയ കാലത്ത് പൊന്നാനിയിലെ ഉലമാക്കൾ ഫത്ഹുൽ മുഈൻ ഒരു 4-5 കൊല്ലം ഓതി കഴിഞ്ഞിട്ട് വളക്കത്തിരുന്ന് മുസ്ലിയാരായി പുറത്തിറങ്ങുക ചെയ്യുക. അവരാണ് പഴയ കാലത്ത് മുസ്ലിയാരും എന്ന് പറയുന്ന കൂട്ടർ. പൊന്നാനി പള്ളിയിൽ വെച്ചിരുന്ന വളക്കത്തിരിക്കുക. അത് ഫത്ഹുൽ മുഈൻ ഓതി പൂർത്തിയാക്കിയാൽ പിന്നീട് ഇതേ ഫത്ഹുൽ മുഈൻ തന്നെ അതതു കാലത്തുള്ള മഖ്ദൂമുമാരുടെ തിരുവായയിൽ നിന്ന് കേൾക്കുകയും പരസ്പരം നിശ്ചയിക്കപ്പെട്ട ഏതാനും ചില കിതാബുകളുടെ ആദിവചനങ്ങളൊക്കെ കേൾപ്പിച്ചിട്ട് അവർക്ക് ദർസ് നടത്താനും ഫത്വ നൽകാനൊക്കെ പറ്റുന്ന അനുമതി നൽകിക്കൊണ്ട് പുറത്തു വിടുന്നതാണ് മുസ്ലിയാർ പട്ടം നൽകിയിട്ട് പുറത്തു വിടുക എന്ന് പറയുന്ന ആ പരിപാടി. അതിനും ആധാരമാക്കിയിരുന്നത് ഫത്ഹുൽ മുഈനാണ്. അപ്പൊ ആ ഫത്ഹുൽ മുഈനിൽ എല്ലാ വിവരങ്ങളും ഉള്ളതിൽ ഇബാദത്തിന്റെ ഭാഗങ്ങൾ, ഫിഖ് എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ വരുന്ന എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. കച്ചവടമുണ്ട്, വാടക കൊടുക്കണ വസാലുണ്ട്, വ്യാവസായികമായിട്ടുള്ള എല്ലാ ഇടപാടുകളുടെ വിവരങ്ങളും അതിലുണ്ട്. അതിന് മുആമലാത്ത് എന്ന പേര്, വ്യാവസായിക നിയമങ്ങൾ, ഇടപാട് നിയമങ്ങൾ എന്ന്. മുനാക്കഹാത്ത് എന്ന് പറയും വൈവാഹികമായിട്ടുള്ള നിയമങ്ങൾ, വിവാഹപരമായിട്ടും കുടുംബപരമായിട്ടും നിക്കാഹ് മുതൽക്ക് അത് ബന്ധം ഒഴിഞ്ഞാലുള്ള ത്വലാഖ്, ത്വലാഖിന്റെ വിവിധ ഇനങ്ങൾ അടക്കമുള്ള എല്ലാ വകുപ്പുകളും ചർച്ച ചെയ്യുന്ന ഭാഗം മുനാക്കഹാത്ത്, വൈവാഹിക നിയമങ്ങൾ എന്ന് പറയും. അതേപോലെ തന്നെ ഒരു രാഷ്ട്രവും ഭരണവും ഒക്കെ ഇസ്ലാമിന് ലഭിച്ചാൽ ആ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതി പ്രകാരം അവിടെ ഭരണം നടത്തിക്കൊണ്ടുവരണമെങ്കിൽ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഒക്കെ വേണമല്ലോ. ആ നിയമങ്ങളിലെ ക്രിമിനൽ നിയമങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു ഭാഗം, ആ ഒരു ഭാഗമാണ് ജിനായാത്ത് എന്ന പേരിൽ അറിയുന്നത്. അതിന്റെ ആദ്യ ഭാഗമായിട്ട് പറയപ്പെടുന്ന ഭാഗമാണ് ഇബാദാത്ത്, ആരാധനകൾ നമ്മൾ ചെയ്യുന്ന, അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്തുകളുടെ നിയമങ്ങൾ.
ഈ നിയമങ്ങൾ വിവരിക്കുന്ന ഭാഗം ഫത്ഹുൽ മുഈനിന്റെ ഏതാണ്ടൊരു പകുതിയോളം വരും, ഏതാണ്ടൊരു പകുതിയോളമുള്ള ഭാഗം. അപ്പൊ ഇപ്പൊ നമ്മൾ തുടങ്ങുന്ന ഈ ദർസ് ഇത് ഇവിടെയെന്ന് മാത്രമല്ല നമ്മുടെ പരിസരത്തുള്ള എല്ലാ കേന്ദ്രങ്ങളിലായിട്ടും ഉണ്ട്, മറ്റു നാടുകളിലുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, ആ നാടുകളിലൊക്കെ നടക്കുന്ന ഫത്ഹുൽ മുഈനിൽ ഈ കിതാബ് ഓതി കൊടുക്കുന്ന ആള് വായിച്ചിട്ട് ഈ കിതാബിലുള്ള ആശയം എന്താണ് എന്ന് പഠിപ്പിക്കുകയും ആ പഠിപ്പിക്കലിൽ വരുന്ന സംശയങ്ങൾ, മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൽ സ്വീകരിക്കുന്നത്. മൂല്യന്മാര് കിതാബ് ഓതുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സെന്റൻസ് വായിച്ചിട്ട് ആ വായിച്ച സെന്റൻസുകൾ അതിലെന്താണ് വിവരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു മൗലിക ഗ്രന്ഥത്തിൽ നിന്ന്, ഒരു ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എന്താണ് പറയുന്നത് എന്ന് നമ്മളെ നിസ്കാരത്തിന്റെയും ഒതുണ്ടാക്കണേന്റെയും ഒതുവിന്റെ വെള്ളത്തിന്റെയും അതേപോലെ തന്നെ നോമ്പിന്റെയും സക്കാത്തിന്റെയും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ ഒക്കെ വിവരങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു കൊല്ലം കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ അത് കേട്ട് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതിന് ആവിഷ്കരിക്കുന്നത്. ജനകീയ ദർസ് എന്നുള്ള പേരിൽ വളരെ പ്രധാനപ്പെട്ട വലിയ നഗരങ്ങളിലൊക്കെ ഇങ്ങനെ ഓതി രാത്രിയിലൊക്കെ ഓതുന്ന, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഓതുന്ന വിദേശികളല്ല സ്വദേശികളായ ഒരു കൂട്ടം ആളുകളുടെ നാടൻ ദർസുകൾ വലിയ വലിയ ടൗണുകളിൽ, കോഴിക്കോട് ഒരുപാട് ഏരിയകളിൽ അങ്ങനെ ദർസുകളുണ്ട്. അതിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് മിക്ക മസ്അലകളും കിട്ടും. അപ്പൊ നമുക്ക് കിട്ടേണ്ട മസ്അലകളും വിഷയങ്ങളും നമ്മളൊരു സമയം നിശ്ചയിച്ചിട്ട് ദിനേന വേണമെങ്കിൽ സുബഹിന്റെ ശേഷമെന്നോ ഇശാമാരിബിന്റെ ഇടയിൽ മഗ്‌രിബ് നിസ്കരിച്ച ശേഷമെന്നോ എപ്പോഴാണ് യോഗം നമുക്ക് പറ്റുന്നതെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടർക്കൊക്കെ മനസ്സിലാകുന്ന തരത്തിൽ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് നടത്തുന്ന ആളുകൾക്കുമുള്ള സൗകര്യത്തിനനുസരിച്ച് ദിവസേന ക്ലാസ്സുകൾ നടക്കാൻ ഏതെങ്കിലും ഒരു സമയം നിസ്കാര ശേഷം നിശ്ചയിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ പറ്റും. ലേശം നേരെ ഇപ്പതിന് വേണ്ടുള്ളൂ, അങ്ങനെ ദിവസേന ചെയ്യാം. അതല്ലെങ്കിൽ ഒഴിവിന്റെ ദിവസങ്ങൾ നോക്കിയിട്ട് ഒഴിവിന് പറ്റുന്ന വിധം കുറച്ച് ദീർഘമായി വായിക്കുന്ന തരത്തിലും ഓതുന്ന തരത്തിലുമായിട്ട് ഇടക്കുള്ള ദിവസങ്ങളിലായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിർത്താം. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ സൗകര്യമാകുന്ന തരത്തിൽ ഇതിന്റെ ആരംഭം മുതൽ ഹജ്ജ് വരേക്കുള്ള ഇബാദത്തിന്റെ മസ്അലകളും വിവരങ്ങളും ഒക്കെ വിവരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ദർസ് ആമി എന്നുള്ള പേരിൽ ഈ ജനകീയ ദർസിൽ ഉൾപ്പെടുത്തുന്നത്. അത് കിതാബ് വായിച്ച് അതിലുള്ള കാര്യം നമ്മൾ അങ്ങ് കേൾക്കുകയാണ്. അപ്പൊ ആധികാരികമാണ് ആ കേൾക്കുന്നത്, കിതാബ് നിന്നാണല്ലോ കേൾക്കുന്നത്, പ്രമാണ ഗ്രന്ഥത്തിൽ നിന്നാണല്ലോ കേൾക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞു എന്നറിയാൻ നമുക്ക് സാധിക്കും. വയല് കേൾക്കണ മാതിരിയല്ല, ക്ലാസ് കേൾക്കുന്ന മാതിരിയല്ല. ഈ ആധികാരിക ഗ്രന്ഥം വെച്ച് അതിൽ നിന്ന് വിവരിക്കുന്നത്, അതിന്റെ വിശദീകരണങ്ങൾ കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരവസരം. അങ്ങനെ പഠിച്ചവർക്ക് വിവരിക്കപ്പെട്ടതുപോലെ നമുക്ക് ഇൻഷാ അല്ലാഹ് സമാപന സമ്മേളനം നടക്കുമ്പോൾ വലിയ പണ്ഡിതന്മാര് അവരുടെ ദർസ് നമുക്ക് രണ്ട് തരത്തിൽ പോകും. ഇമാം റാസി അക്കാദമിയിൽ നിന്ന് ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുള്ള, രണ്ട് വിദ്യാഭ്യാസത്തിന്റെയും ഡിഗ്രികൾ പൂർത്തിയാക്കിയിട്ടുള്ളവരുടെ ഡിഗ്രിയും ശേഷം അവരും മറ്റുള്ളവരും ഒക്കെ നടത്തുന്ന PG പോസ്റ്റ് ഡിഗ്രി എന്നുള്ള നിലയിൽ PG ചെയ്യുന്ന നമ്മളെ മുതവ്വൽ ഡിഗ്രി ആയിട്ട് പണ്ടേ ജാമ്യയിൽ നിന്ന് കൊടുത്തു വരുന്ന ആ ഡിഗ്രിയും ഇതൊക്കെ നടത്തിക്കൊണ്ട് വരുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്കും ഇൽമുമായി ബന്ധപ്പെട്ട് ശൈഖുന അവരുടെ ഒരു അംഗീകാരം, ശൈഖുനായുടെ ഒരു അംഗീകാരമാണുള്ള ജാമ്യയിൽ നൽകുന്ന പത്രം തന്നെ. ജാമ്യ തന്നെ ശൈഖുന അതിന് സ്ഥാപിച്ചതാണ്. ആ ഒരു അംഗീകാരം, ശൈഖുനായുടെ തന്നെ ഇൽമിന്റെ ഒരു അംഗീകാരത്തിന്റെ പത്രം ജാമ്യയുടെ പേരിൽ നാട്ടുകാർക്കും സാധാരണക്കാർക്കും ലഭ്യമാക്കുന്നതിന് കൂടിയുള്ള ഒരവസരമാണ് നമ്മൾ ഈ നടത്തുന്ന ജനകീയ ദർസിലൂടെ നമുക്ക് ഒരുക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ആ ദർസിന്റെ കാര്യം പരമാവധി ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളും ഈ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ പ്രത്യേകം വേഗം രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരൊക്കെ ഒരു പേര് വിളിക്കണം. പ്രത്യേകം അവരെ പേരൊക്കെ എഴുതിയിട്ട് അവരെ പേര് വിളിച്ചുകൊണ്ട് എല്ലാ ദിവസത്തിലും അവർ പങ്കെടുക്കണം. വേറെ പരീക്ഷകളോ അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷയോ ചോദ്യ പരീക്ഷയോ ഒന്നും ഇതിന്റെ പേരിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. കാരണം നമ്മൾ പഠിക്കുകയാണല്ലോ, പഠിക്കുമ്പോൾ അപ്പം തന്നെ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് പഠിക്കാം, അപ്പം തന്നെ നമ്മൾ ചോദിക്കാൻ പഠിക്കുക, അതാണ്. അല്ലാതെ പിന്നെ അവരൊരു പരീക്ഷയോ ആ ജാതി ഭീതികളൊന്നും ഇതിലില്ല.
ആ കേട്ടുകൊണ്ടിരിക്കണം അവര് ഈ ക്ലാസ്സിൽ ഈ ഭാഗങ്ങൾ നൽകുന്ന ഭാഗങ്ങൾ. അത് കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കിയ തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അത് ഷെയ്ഖുനായുടെ പേരിൽ ജാമ്യയിൽ നിന്ന് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന നിലക്ക് നമുക്ക് നമ്മുടെ നാട്ടിലെ ജാമ്യയിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നത് ഒരു ബർക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ. ഇത് പഠിച്ചു തീരുമ്പോൾ നമുക്കറിയാം ഇത് പഠിക്കൽ നമുക്ക് ഫർദ് ഐനായിരുന്നു എന്ന്. കാരണം ഓരോ വ്യക്തിയും ഒറ്റക്ക് ചെയ്യേണ്ട ഇബാദത്തുകളുടെ മസാല പഠിക്കൽ അവർക്ക് നിർബന്ധമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കാം നമുക്ക് നിസ്കരിക്കാനൊക്കെ അറിയാലോ, നോമ്പ് വെക്കാനൊക്കെ അറിയാലോ, സക്കാത്ത് കൊടുക്കാനൊക്കെ അറിയാലോ, ചെയ്യണമൊക്കെ അറിയാലോ എന്ന്. അറിയണുണ്ടോ അറിയണില്ലേ എന്ന് അറിയണമെങ്കിൽ കിതാബ് പറഞ്ഞ് നമ്മൾ കേൾക്കണല്ലോ. അപ്പൊ ആ കിതാബ് പറഞ്ഞ് കേൾക്കുമ്പോൾ അറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇബാദത്തുകളിൽ ശരിയാകാതായി പോകുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോകുന്നുണ്ട് ഇബാദത്തുകളിൽ. അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരവസരമാണിത്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. എണ്ണം അതിനില്ല, വയസ്സ് ഇതിനില്ല. വയസ്സന്മാരും ചെറുപ്പക്കാരും എല്ലാവരും ചേർന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കിതാബ് ഓതിയും കൊണ്ടിരിക്കണ മൂല്യന്മാര് വേണ്ടയില്ല. ആ മൂല്യന്മാരല്ലാത്ത ബാക്കി സാധാരണക്കാരായ ആളുകൾക്ക്, കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കണ മാതിരിയാണ് പറഞ്ഞു കൊടുക്കുക. കേൾക്കണ വിധത്തിൽ ആർക്കും ഇരിക്കുക, അതോ ശരി തന്നെ. എന്നാലും സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധം പ്രായവ്യത്യാസമില്ലാതെ ജനകീയമായി ബഹുജനങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു സംരംഭമാണിത്. അതിൽ വലിയ പ്രായമുള്ള വല്യപ്പാന്റെ കൂടെ പേരക്കുട്ടിക്കും കൂടാം. അങ്ങനെ പേരക്കുട്ടികളും മക്കളും ബാപ്പാരും ഒക്കെ ഇൽമില് ഭേദമല്ല. റസൂലുള്ളാഹിന്റെ സദസ്സിൽ അങ്ങനെ ഇരുന്നാണ് സ്വഹാബാക്കൾ പഠിച്ചത്. അങ്ങനെയാണ് നമുക്ക് ദീൻ ഇവിടെ കിട്ടിയത്. ഇത് നമ്മളെ ജീവിതവും ഇബാദത്തും നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടു തന്നെ എല്ലാവരും ഇതിൽ ഭാഗവാക്കാകുകയും പങ്കെടുക്കുകയും വേണമെന്ന് പ്രത്യേകം ഉയർത്തിക്കൊണ്ട് നമുക്ക് ഈ ആരംഭിക്കാൻ ആ കിതാബ് ഒന്ന് തുടങ്ങുകയാണ്. ആ തുടങ്ങൽ നമുക്ക് തുടങ്ങാം. ഫത്ഹുൽ മുഈൻ. ദർസിൽ നമ്മൾ സാധാരണ ഓതുക, കുട്ടികളെ കയ്യിൽ ഈ കിതാബ് ഉണ്ടാവും, പഠിക്കണ വിദ്യാർത്ഥികളുടെ കയ്യിൽ കിതാബ് ഉണ്ടാവും. അവര് വായിക്കും. ആ വായിക്കുന്ന പദങ്ങൾക്കൊക്കെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും, വാക്കുകളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഘടന ഒപ്പിച്ചിട്ട് ഇങ്ങനെ പോകലാണ്. ഇത് ആഴത്തിൽ പഠിക്കാനാണ്. അപ്പൊ ആ ആഴത്തിൽ പഠിക്കാൻ വേണ്ട സമയം നമുക്ക് ഉണ്ടാവില്ല, അതിന് പറ്റൂല നമുക്ക്. ഇതിന്റെ ഗ്രാമറുകളും ഭാഷാപരമായ നിയമങ്ങളൊക്കെ പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മളിത് ഉസ്താദ് വായിക്കുക, ഉസ്താദ് വായിച്ചുകൊണ്ട് അതിന്റെ ആശയങ്ങൾ, അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഓരോ സെന്റൻസിൻ്റെതും പറയാ. ഇതാണ് നമ്മൾ ഇവിടെ ഉണ്ടാകുക. അപ്പൊ ഏത് കിതാബിനും ഒരാമുഖം ഉണ്ടാവും. എല്ലാ കിതാബിനും ഒരാമുഖം ഉണ്ടാവും. കിതാബിന്റെ പ്രാരംഭത്തിൽ ബിസ്മി, ഹംദ്, സ്വലാത്ത് ഇങ്ങനത്തെ ഒക്കെ പറയുന്ന ഒരാമുഖം. അതെല്ലാ ഗ്രന്ഥങ്ങൾക്കും ഉണ്ടാവും, ഏത് കിതാബിനും. ആ കിതാബിന്റെ ആമുഖത്തിന് കിതാബിന്റെ ഹുതുബ എന്നാ പറയാ. ഹുതുബ നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ചയിൽ നമ്മൾ ഓതുന്ന ഹുതുബ, അതേപോലെ നിക്കാഹിന് നമ്മൾ ഓതുന്ന ഹുതുബ. ഇതൊക്കെ ഓരോരുത്തരും ഹുതുബകളാണ്. വെള്ളിയാഴ്ചയിലെ ഹുതുബ ആഴ്ചയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ളവർക്ക്, ആ ആഴ്ചയിൽ ചേർന്ന ഒരു ഗ്രാമീണരായ ആളുകൾക്ക് മൊത്തം നൽകേണ്ട ഒരു നിയമം, ഉദ്ബോധനം ഇതാണ്. നിക്കാഹിന്റെ ഹുതുബ ആ നിക്കാഹ് കർമ്മത്തിന്റെ ആമുഖമായി നടത്തുന്ന ഒരു ഹുതുബയാണ്. കിതാബിന്റെ ഹുതുബ ആ ഗ്രന്ഥത്തിന്റെ ആമുഖമായിട്ട് കുറിക്കുന്ന ആദ്യ ഭാഗങ്ങളും അതിന്റെ എന്താണ് ഈ കിതാബിലുള്ള വിഷയങ്ങളും എന്നൊക്കെ പറയുന്ന ഭാഗവും, അള്ളാഹിനെ സ്തുതിച്ച് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ഭാഗങ്ങളൊക്കെ കൂടിയതാണ് ഈ കിതാബിന്റെ ഹുതുബ. ആ ഹുതുബയുടെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ആ ഭാഗത്തിൽ നമ്മൾ നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലലും അള്ളാഹിനെ സ്തുതിക്കലും ബിസ്മി ചൊല്ലലും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക. ആ ഭാഗം നമുക്ക് മഹാനവറുകൾ പറയാം. മഹാനവറുകള് ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്ന് പറയുന്ന ഒരു കിതാബ് രചിച്ച ഒരു ചെറിയ കിതാബാണ്. ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറിയ കിതാബ്. നമ്മളെ കൈകൊണ്ട് നമ്മളൊരു കടലാസിൽ എഴുതുകയാണെങ്കിൽ ഒരു 10-20 പേജിന്റെ അകത്ത് എഴുതാൻ സാധിക്കും. അങ്ങനത്തെ ഒരു കിതാബാണ് ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർ രചിച്ചത്. അതിൻ്റെ അകത്ത് തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലുള്ള ഏതാണ്ട് മുക്ക ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവർ ഈ ഒരു 10-20 പേജിന്റെ അകത്ത് വിശദമായി ശാഫിഈ മദ്ഹബിന്റെ നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവർ തന്നെ അതിനെ ഒന്ന് വിശദീകരിച്ച്
കുറച്ച് ഒരു വിവരണം എഴുതിയതാണ് ഫതുഹുൽ മൊയ്യീൻ. ഫതുഹുൽ മൊയ്യീൻ എന്ന പേരിൽ മുമ്പ് പേരിട്ടത്. അത് രണ്ടും കൂടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഇതിലിങ്ങനെ കാണുന്ന വലിയ എഴുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കണ്ടിട്ട് ഇങ്ങനെ കാണുന്ന വലിയ എഴുത്ത്, ഈ വലിയ എഴുത്തിന് ഫതുഹുൽ മൊയ്യീനിന്റെ മത്തിന് എന്ന് പറയും. അത് ഏത് കിതാബിലും വലിയ എഴുത്തൊന്ന് കണ്ടാലും മത്തിന്, ആ വലിയ എഴുത്തിന്റെ ഇടയിൽ കൊടുത്തത് അതിന്റെ ശറഹ്, വിവരണം. അപ്പൊ വിവരണത്തിന്റെ മുമ്പായി മൗലികമായിട്ടുള്ള ഗ്രന്ഥമാണ് ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തി ദീൻ. ദീനിന്റെ മുഖ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കണ്ണിന് കുളിർമ നൽകുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദീനിൽ മുഖ്യമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് കണ്ണിന് കുളിർമ നൽകുന്ന കരുണാനന്തരകരമായ ഒന്ന് എന്ന നിലക്കാണ് ഈ പറയുന്നത്. കണ്ണിന് കുളിർമയാകുന്ന ഒന്ന്, നയനാനന്ദകരമായ ഒന്ന് എന്നാണ് ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തി ദീൻ എന്ന് പറയുന്ന ആ പേരിന്റെ അർത്ഥം. അതാണ് അവർ ഈ മത്തിന് പേര് വെച്ചത്. ഇതിന് വിവരണമായിട്ട് മൂപ്പർ നൽകുന്നതിന്റെ പേരാണ് ഫതുഹുൽ മൊയ്യീൻ. ഫതുഹുൽ മൊയ്യീൻ എന്ന് പറഞ്ഞാല് എല്ലാ നന്മകൾക്കും എല്ലാ ജ്ഞാനങ്ങൾക്കും സഹായം നൽകുന്ന ആളിൽ നിന്നുള്ള തുറന്നു കിട്ടൽ. അള്ളാഹിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാ നന്മകൾക്കും എല്ലാ അറിവുകൾക്കും തുറന്നു എല്ലാം നൽകി സഹായിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള തുറന്നു കിട്ടൽ എന്ന അർത്ഥത്തിലുള്ള ഫതുഹുൽ മൊയ്യീൻ എന്ന പേരാണ് ബഹുമാനപ്പെട്ടവർ ഈ കിതാബിന് നൽകിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആമുഖമായി ആ കിതാബിന്റെ പേരിലേക്കും അള്ളാഹു തുറന്നു തരുന്ന ആ അള്ളാഹു തആലാന്റെ പ്രത്യേകമായ അള്ളാഹു തആലാന്റെ ഔദാര്യത്തിലേക്കും ആ ഔദാര്യപ്രകാരം അള്ളാഹു തആലാനെ വർണ്ണിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന വാചകങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈ കിതാബിനെ ആരംഭിക്കുന്നത്. അപ്പൊ ആ കിതാബിന്റെ ആരംഭത്തിന്റെ ഭാഗമാണ് നമ്മളിപ്പോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ എല്ലാവരും കൂടുന്നവരെയാണ്. പിന്നെ ആരാണ് പേര് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ അവർ കൂടിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇടയിൽ ആർക്കും വന്ന് കേട്ടുകൂടാവുന്നുള്ള പേര് രജിസ്റ്റർ ചെയ്തവരൊക്കെ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കുമ്പോൾ അവരാണ് ഇതിനുള്ള സർട്ടിഫിക്കറ്റ് നേടാൻ അർഹരാകുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഇതിൽ കൂടുന്നവർ. അങ്ങനെ കൂടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴെങ്കിലും വരുമ്പോഴൊക്കെ കൂടുന്നവർ കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല, എപ്പോഴും കൂടാം. ഇന്നിപ്പോ നമ്മൾ തുടങ്ങുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിപ്പോ നമ്മളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ബർക്കത്തെടുത്താണ് നമ്മളിത് ഓതാൻ തുടങ്ങുന്നത്, പഠിക്കാൻ തുടങ്ങുന്നത്, ഇതിന്റെ പഠിപ്പിക്കൽ തുടങ്ങുന്നത് എന്നാണ് നമ്മളിപ്പോ ചെല്ലിയ ബിസ്മിന്റെ അർത്ഥം. ഇനി മൂപ്പര് ഇതിലെഴുതിയ ഫതുഹുൽ മൊയ്യീൻ എന്ന കിതാബിൽ എഴുതിയിട്ടുള്ള ബിസ്മിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ എന്നാണ് മൂപ്പരുടെ ആദ്യ വാചകം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ നിത്യ വെളിച്ചമായി, നിത്യ കാവലായി, നിത്യ സുരക്ഷിതത്വമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകിയിട്ടുള്ള ഒരു മഹത്തായ നാമം ജപിക്കലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് ജീവിതത്തിന്റെ ആട്ടനക്കങ്ങളിലും നല്ല നല്ല കാര്യങ്ങൾ, ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതുണ്ടോ ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ബിസ്മി ചൊല്ലി തുടങ്ങണം. അപ്പോഴേ അതിന് ബർക്കത്തുണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ബർക്കത്തില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ബിസ്മിയാണ് അള്ളാഹുവിന്റെ കലാമ് 114 ഭാഗമാക്കി വെച്ചപ്പോ അതിലെ 113 സൂറത്തുകളുടെയും ആരംഭമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ച ബിസ്മിയും ഓതുമ്പം തന്നെ നമ്മൾ ആ ബിസ്മി ചൊല്ലിയിട്ടാണ് അള്ളാഹുവിന്റെ കലാമിന്റെ സൂറത്ത് ഓതുന്നത്. നമുക്കറിയാം ബിസ്മി, ഫാത്തിഹ സൂറത്തിലെ ബിസ്മി. അതേ ബിസ്മി നിരന്തരം നമ്മുടെ ജീവിതത്തിൽ സ്വിച്ചിടാണെങ്കിൽ നമ്മൾ ബിസ്മി ചൊല്ലുക. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണിത്. പ്രധാനപ്പെട്ട കാര്യം തന്നെ അതിന്റെ അർത്ഥം നമ്മളെ മൂക്ക് നിറഞ്ഞിട്ട് മൂക്കട കറക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് അത് ശരിയല്ല. അത് ബിസ്മിനെ അപമാനിക്കലാവും. അപ്പൊ ബിസ്മിനെ അപമാനിക്കുകയാണത്. ചെറിയൊരു മൂക്ക് അല്ലെങ്കിൽ കവായിൽ കഫം ഇങ്ങനെ നിറഞ്ഞേക്കാവും, തുപ്പുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ പറയണെന്ന് വെച്ചാല് അത് ബിസ്മിനെ അപമാനിക്കലാണ്. അപ്പൊ അങ്ങനത്തെ നിസ്സാര കാര്യങ്ങളായി, സാധാരണ ഒരു വലിയ പരിഗണന നൽകാത്ത കാര്യങ്ങളായുള്ളത് ഒഴിവാക്കിയിട്ട് ഒരു കാര്യപ്പെട്ട കാര്യം എന്ന് പറയുന്ന കാര്യങ്ങൾ, അത് നിർബന്ധമായ കാര്യമാവട്ടെ, സുന്നത്തായ കാര്യമാവട്ടെ, അനുവദനീയമായ കാര്യമാവട്ടെ, അത്തരം കാര്യങ്ങൾക്കൊക്കെ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങണമെന്ന് നിയമമാക്കിയിരിക്കുന്നു അല്ലാഹു റസൂലും. അത് നമ്മളെ ജീവിതത്തിന് ബർക്കത്ത് കിട്ടാനാണ്. അതില്ലെങ്കിൽ ബർക്കത്തറ്റ രീതിയിൽ അത് കുഷ്ഠം പിടിച്ചതായിരിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ അറിയിക്കുകയാണ്. അതനുസരിച്ച് കിതാബ് എഴുതുന്ന ആളുകളൊക്കെ അവരുടെ കിതാബിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിക്കൊണ്ട് തന്നെ തുടങ്ങാം.
ചിലര് സമാനമായ മറ്റു വല്ല ദിക്റും എഴുതിക്കൊണ്ട് തുടങ്ങും. അങ്ങനെയാവാം. ബിസ്മി അല്ലാത്ത ദിക്റ് കൊണ്ടും തുടങ്ങാം. ബിസ്മി കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദിക്റ് കൊണ്ട് തുടങ്ങുക എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് മറ്റൊരു ഹദീസിന്റെ റിപ്പോർട്ടിലുണ്ട്. അത് വെച്ച് ചിലര് സുബ്ഹാനക്കല്ലാഹുമ്മ എന്നൊക്കെ പറഞ്ഞ് ബിസ്മില്ലാതെ അങ്ങനെ തുടങ്ങുന്നവരുമുണ്ട്. മിക്കവാറും ആളുകൾ ബിസ്മിന്റെ തുടങ്ങാം. ഫാത്തിഹ സൂറത്തിനും ഖുർആനിലൊക്കെ ബിസ്മി ആയതുകൊണ്ട് ബിസ്മിക്ക് തന്നെയാണ് മെജോറിറ്റിയും പവറും. അപ്പൊ ആ ബിസ്മി വെച്ചിട്ട് ഈ കിതാബും എഴുതുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഈ കിതാബ് രചിക്കുന്നു. അപ്പൊ രചിക്കുന്ന ബിസ്മിയാണ് ഈ ചൊല്ലി റഹ്മാനും റഹീമുമായ അള്ളാഹു. റഹ്മാനും റഹീമും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരക്കെ ഗുണം ചെയ്യുന്നവനായ അള്ളാഹുവും പരക്കെ എല്ലാവർക്കും ഗുണം ചെയ്യുന്നതിന്റെ പുറമെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന പരലോകത്തെ ഗുണത്തിന് അർഹരാകുന്ന ആളുകൾക്ക് പരലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവരായ അള്ളാഹ്. അള്ളാഹ്ക്ക് 2 തരം റഹ്മത്ത് നമുക്കറിയാം. റഹ്മത്തി വസിഅത്ത് കുല്ല ശൈ. എല്ലാ വസ്തുക്കൾക്കും അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. അതിവിടെ ദുന്യാവില പരക്കെ ഗുണം ചെയ്യൽ. ആ പരക്കെ ഗുണം ചെയ്യുന്നവെന്ന് അറിയിക്കുന്ന അള്ളാഹുവിന്റെ നാമമാണ്, തിരുനാമമാണ് റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാല് വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹു തആല പ്രത്യേകം ശാശ്വതമായി സ്വർഗം നൽകിയിട്ട് വലിയ അനുഗ്രഹം പരലോകത്ത് നൽകും. അതിനെ കുറിക്കുന്ന വാക്കാണ് റഹീം. അപ്പൊ ചെറുതും വലുതും ഇവിടത്തേതും പരലോകത്തേതും എല്ലാ ഗുണങ്ങളും അള്ളാഹുവിൽ നിന്ന് മാത്രം കിട്ടുന്നതാണ്. അവനാണ് അതിൻ്റെ ഒക്കെ യജമാനൻ. അല്ലാത്ത മറ്റാരും നമുക്കൊരു കാര്യത്തിനും ആശ്രയമില്ല. അവനെ മാത്രം ആശ്രയിച്ചാണ് ഞാനിത് തുടങ്ങുന്നത് എന്ന് മനസ്സിൽ വിചാരം വരാനാണ് ഈ ബിസ്മി ചൊല്ലിക്കൊണ്ട് കാര്യങ്ങൾ തുടങ്ങണമെന്ന് അള്ളാഹു വ്യവസ്ഥ ചെയ്തത്. ഗ്രന്ഥം എഴുതുന്നവരും അങ്ങനെ തന്നെ അള്ളാന്റെ പേര് ചൊല്ലിയിട്ട് തുടങ്ങുകയാണ്. അള്ളാഹിൽ നിന്നാണ് ഇതെല്ലാം കിട്ടുന്നത് എന്ന് കൊതിച്ചുകൊണ്ട്. അത് പ്രത്യേകം തന്നെ മൂപ്പർ പറയാം, വബിഹി നസ്തഈൻ. ആ അള്ളാഹുവിന്റെ സഹായമാണ് നമ്മൾ പിടിക്കുന്നത്. അത് തന്നെയാണ് ബിസ്മി ചൊല്ലിയിൽ അള്ളയും റഹ്മാനും റഹീമും കൊടുത്തതിന്റെ ഉദ്ദേശം ഇമാമികൾ വിവരിക്കുന്നത്. എല്ലാ കാര്യത്തിനും സഹായത്തിന് അള്ളാഹുവിന്റെ സഹായം മാത്രം പ്രതീക്ഷിക്കണം, അള്ളാഹുവിന്റെ സഹായം മാത്രം കൊള്ളണം. അതിൽ അള്ളയും റഹ്മാൻ റഹീം ഈ 3 വിസ്മുകൾ കൊടുത്തത് എന്നാണ്. അതാണ് മൂപ്പർ പച്ചക്ക് പറയുന്നത് വബിഹി നസ്തഈൻ. ആ അള്ളാഹുവിനെ കൊണ്ട് നമ്മൾ സഹായം പിടിക്കുന്നു. ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഭാഗം ഹംദാണ്. അൽഹംദുലില്ലാഹിൽ ഫത്താഹിൽ ജവാദ് എന്നാണ് 1ാമത്തെ വാക്ക്. അൽഹംദുലില്ലാഹിൽ ഫത്താഹിൽ ജവാദ്. അള്ളാഹു തആലാക്കാണ് സകല സ്തുതി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ 2 പ്രത്യേക ഗുണങ്ങൾ വിവരിക്കുകയാണ്. അൽ ഫത്താഹ്, സകല നന്മകളും നന്മകളുടെ കവാടങ്ങളും അടിയങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നവനായ അള്ളാഹു. അൽ ജവാദ്, നന്മകളുടെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിന്റെ എല്ലാ വിഭവങ്ങളും നല്ല നിലയിൽ ദാനം ചെയ്യുന്ന അത്യുദാരനായ അള്ളാഹു. അപ്പൊ അള്ളാഹു തുറന്നു തന്നിട്ട് അള്ളാഹിന്റെ ഔദാര്യം കൊണ്ട് ഉദാരത കൊണ്ട് കിട്ടിയതാണ് ഈ കിതാബിൽ പറയുന്ന വിഷയങ്ങളും ദീനും എല്ലാം നമുക്ക് അങ്ങനെ കിട്ടിയതാണ് എന്ന് സൂചിപ്പിക്കാൻ അള്ളാഹുവിന്റെ ആ മഹത്തായ 2 ഗുണങ്ങൾ എടുത്തു പറയാണ് അൽ ഫത്താഹിൽ ജവാദ് എന്ന്. അതോടൊപ്പം ഫത്ഹുൽ ജവാദ് എന്ന തന്റെ ഗുരുവിന്റെ ഒരു കിതാബിൽ നിന്നാണ് ഈ കിതാബ് ബഹുമാനപ്പെട്ടവർ പ്രത്യേകിച്ച് അവലംബിച്ചെടുക്കുന്നത്. ഫത്ഹുൽ ജവാദ് ഇബ്നു ഹജർ തങ്ങളുടെ ഒരു കിതാബാണിത്. ഇതിന് സമാനം കുറച്ച് ചെറിയ കിതാബാണ്, തുഹ്ഫ പോലെ വലിയ കിതാബല്ല, അവരുടെ തന്നെ ഒരു കിതാബ്. ആ ഫത്ഹുൽ ജവാദിൽ നിന്നാണ് ഇതിന്റെ പല ഇബാറത്തുകളുടെയും വാക്യങ്ങളുടെയും ആധാരവും ഉദ്ധരണവും എന്ന് മനസ്സിലാക്കി തരാനാണ് അൽ ഫത്താഹിൽ ജവാദ് എന്ന് പറയുന്ന ഈ 2 ഗുണങ്ങൾ അള്ളാഹുവിൻ്റെത് പ്രത്യേകം എടുത്തു പറയുന്നത്. ഏതായാലും അള്ളാഹുവിൽ നിന്ന് തുറന്നു കിട്ടുന്നതാണ് ഇൽമിന്റെ കവാടം, ഹൈറിന്റെ കവാടം, നന്മയുടെ കവാടം, ജീവിത വിഭവങ്ങളുടെ കവാടങ്ങളെല്ലാം. അൽ ജവാദ്, അതൊക്കെ ഉദാരമായി ദാനം ചെയ്യുന്നവനുമാണ് അള്ളാഹു. നിസ്വാർത്ഥമായി പകരം എന്തെങ്കിലും കിട്ടണം എന്ന് എഴുതിയിട്ടല്ല അള്ളാഹുവിന്റെ ദാനം. നമ്മളിൽ നിന്നൊന്നും അങ്ങോട്ട് കിട്ടാനല്ലോ അള്ളാന്റെ ദാനം. ബാക്കി ആരും ഇങ്ങോട്ട് കിട്ടണം, എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം എന്ന് എഴുതിയ കൊടുക്കും. ഉമ്മയും ബാപ്പയും അടക്കം വലുതായിട്ട് മക്കളെ നമ്മൾ നോക്കണം എന്ന് എഴുതിയിട്ട് എൻ്റെ ഉമ്മയും ബാപ്പയും മക്കളെ പോറ്റുക. പോറ്റിയിട്ടില്ലെങ്കിൽ അവർ മക്കളെ പറയല്ലോ ഞാൻ അങ്ങനെ പോറ്റിട്ട് ഇങ്ങനെ പോറ്റിട്ട് ചെയ്തില്ല എന്ന്. അപ്പൊ നമ്മൾ ആർക്ക് ഗുണം ചെയ്താലും അതൊക്കെ പകരം ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവനവന്റെ മനസ്സിന്റെ അകത്തെ വിഷമങ്ങൾ തീർക്കലെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ എല്ലാവരും ഗുണങ്ങൾ ചെയ്യാം. അള്ളാന്റേത് അങ്ങനെയൊന്നും അല്ല, ഉദാരമായിട്ടാണ്, ഒരു സ്വാർത്ഥതയും ഇല്ലാത്ത എന്ന കുറിക്കുന്ന പദമാണ് അൽ ജവാദ്. ആ അള്ളാഹുവിനെ ഒന്നുകൂടി വിവരിക്കുകയാണ്. ഇതന്നെയാണ് സ്തുതി എന്നാണ് ഇതിന്റെ അർത്ഥം. അള്ളാന്റെ നല്ല വിശേഷണങ്ങൾ പറയാം. അതിൽ ഇവിടെ വിഷയത്തിലേക്ക് സൂചകമായ രീതിയിലുള്ള വിശേഷണങ്ങൾ നൽകുകയാണ്.
അൽ മുഈനി അല തഫഖുഹി ഫിദ്ദീൻ മൻ ഇഖ്താറഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തിട്ടുള്ള നല്ല അവന്റെ ഇഷ്ടക്കാർക്ക് അള്ളാഹു ചെയ്യുന്നത് ദീനിൽ അല്പാൽപമായി മസ്അലകളും ഫിഖ്ഹും പഠിക്കുന്നതിന്റെ മേലിൽ സഹായം നൽകുകയാണ് അള്ളാഹു തആല ചെയ്യാന. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസിലേക്ക് സൂചന നൽകി അള്ളാഹിനെ വാഴ്ത്താണ്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നന്മ അള്ളാഹു തആല വല്ലതും ഉദ്ദേശിച്ചിട്ടുള്ള അടിയങ്ങൾ ആരുണ്ടോ ആ നന്മ ഉദ്ദേശിച്ചവർക്ക് ആ നന്മക്ക് അനുസാരം അള്ളാഹു ഇൽമു നൽകും, ഫിഖ്ഹ് നൽകും, അറിവ് നൽകും, ദീനിൽ അറിവ് നൽകും. ദീനിൽ അറിവ് എത്ര നൽകുന്നുവോ അതാണ് അള്ളാഹ് നന്മ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകുന്ന നന്മ. ഏറ്റവും വലിയ നന്മ അതാണ്. അത് അള്ളാഹിന്റെ റസൂല് വിവരിച്ചതാണ്. ആ നന്മയെ വിവരിക്കുകയാണ് ഇവിടെയും അള്ളാഹു തആലാന്റെ ഗുണമായി വിശേഷണമായി പറഞ്ഞാൽ മുഈനി അല തഫഖുഹി ഫിദ്ദീൻ. ദീനിൽ കാര്യങ്ങൾ അല്പാൽപമായി മനസ്സിലാക്കാൻ, ഫിഖ്ഹ് പഠിക്കാൻ എന്നും പറയാം. ഫിഖ്ഹിനെ അല്പാൽപമായി ദീനിൽ പഠിക്കാൻ അള്ളാഹു തആല സഹായം നൽകും. മൻ ഇഖ്താറഹു മിനൽ ഇബാദ്. അവൻ അള്ളാഹിന്റെ അടിയങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള പ്രത്യേക ആളുകൾക്ക്. അപ്പൊ ഈ ഫിഖ്ഹ് പഠിക്കാൻ അള്ളാഹു തആല സഹായം നൽകുന്നത് അള്ളാഹ് തെരഞ്ഞെടുത്തവർക്കാണ്. ആ തെരഞ്ഞെടുത്തവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അതനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് ഇതിന് കൂടുന്നത്. അത് അള്ളാഹു നൽകുന്ന മഹത്തായ സഹായമാണ്. ഈ ഹംദും ബിസ്മിയും ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഇനി മൂപ്പർ പറയുന്നത് വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ഷഹാദതൻ തുദ്ഖിലുനാ ദാറൽ ഖുലൂദ് വഅശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വാഹിബുൽ മഖാമിൽ മഹ്മൂദ്. രണ്ട് ഷഹാദത്ത് കലിമയാണ്. അള്ളാഹുവിന്റെ തൗഹീദിനെ വിളംബരം ചെയ്യുന്ന ഷഹാദത്തും റസൂലുള്ളാഹിന്റെ റിസാലത്തിനെയും പ്രവാചക ദൗത്യത്തെയും വിളംബരം ചെയ്യുന്ന ഷഹാദത്തും. ഇങ്ങനെ രണ്ട് ഷഹാദത്തുകൾ. നമ്മുടെ ഷഹാദത്ത് കലിമ ഇത് എന്തിനാ ആമുഖത്തിന് കൊണ്ടുവരുന്നത്? കുല്ലു ഖുതുബത്തിൻ ലൈസ ഫീഹാ തശഹുദുൻ ഫഹിയൽ യദിൽ ജദ്മാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊരാമുഖമാണെങ്കിലും ആ ആമുഖത്തിന്റെ അകത്ത് തൗഹീദിന്റെ ഷഹാദത്ത് പ്രഖ്യാപനമില്ലെങ്കിൽ, റിസാലത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഷഹാദത്ത് വാചകമില്ലെങ്കിൽ അത് കുഷ്ഠം പിടിച്ച കൈ പോലെ വെറിപൂണ്ടതാണ്, ബർക്കത്ത് പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കുഷ്ഠം പിടിക്കരുതല്ലോ ഈ കിതാബ്. ഈ കിതാബിന് കുഷ്ഠം പിടിക്കരുത്, ഇത് ഓതുന്നവർക്കും കുഷ്ഠം പിടിക്കരുത്. അതൊക്കെ ബർക്കത്തുള്ളവരായിട്ട് മാറണമെന്ന നിലക്ക് പറയുന്ന രണ്ട് ഷഹാദത്തിന്റെ വാചകമാണ് ഈ വാചകം. ഇതെല്ലാവർക്കും അറിയുന്ന തന്നെ നമ്മൾ എപ്പോഴും ചൊല്ലുന്നത്. വഅശ്ഹദു, ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന അള്ളാഹുവിന്റെ തൗഹീദ് ഉറക്കെ പ്രഖ്യാപിക്കും. നമ്മളിങ്ങനെ ഉറക്കെ പ്രഖ്യാപിച്ചാൽ മതി. അതോ പ്രഖ്യാപിക്കുന്നത് നമ്മളെ മനസ്സിൽ തൗഹീദ് ഇങ്ങനെ എപ്പോൾ ഉറപ്പിക്കാനാണ്? നമ്മൾ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ നാടിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ചെല്ലുന്നത് ഇസ്ലാമിന്റെ പ്രഖ്യാപനമാണ്, ഇസ്ലാമിന്റെ വിളംബരം. അള്ളാഹു ഏകനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, അള്ളാഹു ഏകനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ പ്രഖ്യാപിക്കുകയെന്ന് പറഞ്ഞാല് എല്ലായിടത്തും പറ്റൂല. ഇവിടെ കാട്ടിൽ ആൾക്കാർ വെടിയേറ്റ് വരുമല്ലോ. മറ്റ് സമുദായക്കാരും പൊതുസമൂഹങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ ബഹുവിധ സമൂഹങ്ങൾ നിലകൊള്ളുന്ന നാട്ടിൽ പോയിട്ട് നിങ്ങളെല്ലാവരും ഷഹാദത്ത് കലിമ അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾക്ക് പറ്റൂലല്ലോ. അപ്പൊ അതിന് അള്ളാഹു നിർബന്ധിക്കുന്നില്ല. അള്ളാഹു നമ്മളോട് പറയുന്നത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ 5 നേരം പള്ളിയിൽ നിന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിങ്ങനെ വിളംബരം ചെയ്ത് എല്ലാവരുടെ മുമ്പിലും ഈ ഷഹാദത്ത് കലിമ ഉറക്കെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കാൻ 5 നേരവും ശറഅാക്കിയിരിക്കുകയാണ് അല്ലാഹു തആല. ഞമ്മക്കും ഇത് ഇടക്കിടക്ക് ചെല്ലാണ്ട്, ഊതുണ്ടാക്കിയതിന് ശേഷം ചെല്ലാണ്ട്, അങ്ങനെ പല സമയത്തും ചെല്ലാണ്ട്, അതിന് കിതാബിന്റെ ആമുഖത്തിലും ഇത് ചൊല്ലിയാൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചൊല്ലുന്നതാണ് ഷഹാദത്ത്. അപ്പൊ ഞാൻ ഈ പ്രഖ്യാപനം പ്രഖ്യാപിക്കുന്നു. ഷഹാദതൻ തുദ്ഖിലുനാ ദാറൽ ഖുലൂദ്. ഈ ഒരു പ്രഖ്യാപനത്തിന്റെയും ഷഹാദത്തിന്റെയും ഫലം എന്താണ്? ഇത് ചൊല്ലുന്ന ആളുകൾ ഇത് ചൊല്ലിയത് കൊണ്ട് നമ്മൾ ഇത് ചൊല്ലി വിശ്വസിച്ചു കൂടിയ എല്ലാ ആളുകളെയും അല്ലാഹു ദാറുൽ ഖുലൂദ് എന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പട്ടായ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് അള്ളാഹിന്റെ തൗഹീദ് അംഗീകരിക്കുന്ന ഏതാളെയും അല്ലാഹു തആല ദാറുൽ ഖുലൂദ് എന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹു ആ പ്രവേശനം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പാപികളായ ആളുകളാണെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നാലും അവർക്ക് തെറ്റുകുറ്റത്തിന് അള്ളാഹ് പൊറത്തിട്ടില്ലെങ്കിൽ ശിക്ഷ ഉണ്ടാവും. പൊറത്താലും ശിക്ഷ ഉണ്ടാവില്ല. പൊറുക്കാനാണ് നമ്മൾ ആൾക്കാർക്ക് പലതും ചെയ്യുന്നത്.
സുന്നത്ത് വർദ്ധിപ്പിക്കുന്ന അതിനാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന അതിനാണ്. എല്ലാം പൊറുക്കാൻ അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. ഇനി പൊറുക്കാതെ വല്ലവർക്കും ശിക്ഷയുണ്ടെങ്കിലും ആ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം വിശ്വാസികളാണെങ്കിൽ തൗഹീദ് സ്വീകരിച്ച ഷഹാദത്ത് കലിമ ചൊല്ലി എല്ലാവരും അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഇത് അനിവാര്യമാണ്. നേരെ മറിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും ഒരാൾ ചെയ്തു, അതിലേറെ നല്ല നന്മകളും ചെയ്തു, പക്ഷെ ഷഹാദത്ത് കലിമ ചൊല്ലിയില്ല, എന്നാ ഒരിക്കലും സ്വർഗത്ത് പ്രവേശിക്കൂല. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഒരാളും മൂമിനാവൂല്ലോ. നമ്മൾ ജന്മനാ മുസ്ലിം ആയതുകൊണ്ട് അത് ഇടക്കിടക്ക് പുതുക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇസ്ലാം അല്ലാത്തീന്ന് വരികയാണെങ്കിൽ ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ അയാൾക്ക് സ്വർഗം കിട്ടൂല. എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല. ചില ആളുകളെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ വലിയ നന്മക്കാരാണ്, നല്ല മനുഷ്യന്മാരും ചൗലിയാക്കന്മാരെ മാതിരി നല്ല ജീവിതം ജീവിച്ച വലിയ 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 രാഷ്ട്രീയ നേതാക്കന്മാര്, വലിയ വലിയ ആളുകളൊക്കെ നമ്മൾ കേൾക്കും. പക്ഷേ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ലെങ്കിൽ സ്വർഗക്കാരാന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അത് പറയാൻ പറ്റില്ല. അത് അള്ളാഹുവും റസൂലും പ്രഖ്യാപിച്ചതാണ്. ഷഹാദത്ത് കലിമ വലിയ മുവഹിദീങ്ങളായാലാണ് സ്വർഗം. അപ്പൊ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഒറ്റ കലിമയാണ് ഈ ഷഹാദത്ത് കലിമ. അത് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു എന്നാണ് അല്ലാഹു തആലയുടെ ഏകത്വം പറയുന്ന ഷഹാദ. തൊട്ടടുത്ത് വഅശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വാഹിബുൽ മഖാമിൽ മഹ്മൂദ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന നമ്മുടെ യജമാനർ അള്ളാഹുവിന്റെ തിരുദാസനും അതോടൊപ്പം അള്ളാഹുവിന്റെ തിരുദൂതരുമാകുന്നു. മഖാമും മഹ്മൂദ്, എല്ലാവരും വാഴ്ത്തുന്ന മഹത്തായ സ്ഥാനത്തിന്റെ ഉടമയുമാകുന്നു. അതാർക്കുമില്ല. മഹത്തായ സ്ഥാനം, എല്ലാവരും വാഴ്ത്തുന്ന. നമ്മുടെ യജമാനൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാഹുവിന്റെ തിരുദാസരും റസൂലുമാണ് എന്ന് പറഞ്ഞിട്ട് നബിയുടെ വാഴ്ത്തയിൽ ഒരു വലിയ പ്രകീർത്തനം നടത്തുന്നത് സ്വാഹിബുൽ മഖാമിൽ മഹ്മൂദ്. എല്ലാ സൃഷ്ടികളും വാഴ്ത്തുന്ന ഒരു മഹത്തായ സ്ഥാനം ഉടയവരാണ് നബി. മുൻഗാമികളും പിൻഗാമികളുമായ എല്ലാവരും നബിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാനം. അത് മഹ്ശറിൽ നിൽക്കുമ്പോൾ എല്ലാവരും കൂടി വിയർപ്പിൽ കുളിച്ച് നിൽക്കുമ്പോഴുള്ള ശഫാഅത്തിന്റെ അധികാരമാണ് വലിയ ശഫാഅത്ത്. ആ ശഫാഅത്ത് ഇല്ലെങ്കിൽ മഹ്ശറിൽ കോലങ്ങളോളം നിൽക്കുകയാണ്, ധാരാളം വർഷങ്ങളുടെ സ്ഥാനം നിൽക്കുക. ഇതിൽ നിന്ന് രക്ഷ കിട്ടിയെങ്കിൽ ആളുകൾ പറയുന്നിടത്ത് അള്ളാഹിന്റെ മുമ്പിൽ അതൊന്ന് പറയാൻ, റെക്കമെൻഡ് ചെയ്യാൻ അള്ളാഹിന്റെ റസൂലിന് മാത്രമാണ് അള്ളാഹു അധികാരം നൽകിയത്. അതിന് നബിന്റെ അടുത്തേക്ക് നമ്മൾ എത്താൻ ഒരുപാട് സമയം പിടിക്കുമെന്നൊക്കെ നമ്മൾ വാതിൽ കേട്ടിട്ടുള്ളൂ. ആ ഒരു സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എല്ലാ പടപ്പുകളും കൂടി എല്ലാ ഉമ്മത്തും കൂടി എത്തുന്ന നേരത്ത് നബി ഞാൻ തന്നെയാണ് അതിന്റെ ആള് എന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹു നിശ്ചയിച്ച അർശിന്റെ ചുവട്ടിൽ അള്ളാഹു നിശ്ചയിച്ച പദങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ റെക്കമെൻഡ് ചെയ്യും, ശുപാർശ ചെയ്യും, അള്ളാഹിനോട് അപേക്ഷിക്കും. ആ അപേക്ഷയെ തുടർന്നാണ് അള്ളാഹു തആല വിചാരണ ആരംഭിക്കുക. ഈ ഒരവസ്ഥ കഴിച്ചിലായി കിട്ടി, വല്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നബിനെ സ്തുതിക്കാത്ത ആരും ഉണ്ടാവില്ല. മുൻഗാമികളും പിൻഗാമികളുമായ എല്ലാവരും നബിയെ വാഴ്ത്തും. ആ വാഴ്ത്തുന്ന മഹത്തായ പദവി റസൂലുള്ള അല്ലാതെ ഒരു പടപ്പിനുമില്ല, ഒരു നബിക്കുമില്ല, ഒരു മലക്കനുമില്ല, ഒരാൾക്കുമില്ല. ആ സ്ഥാനമുള്ളവരാണ് റസൂലുള്ള എന്ന് നബിനെ വാഴ്ത്തിക്കൊണ്ടാണ് നബിനെ പറ്റിയുള്ള ഷഹാദത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നത്. ഇത് കഴിഞ്ഞ ശേഷം സ്വല്ലല്ലാഹു വസല്ലമ അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അംജാദ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിലും അവിടുത്തെ ബന്ധുക്കളുടെ മേലിലും അവിടുത്തെ സഹയാത്രികരായ സ്വഹാബിമാരുടെ മേലിലും അള്ളാഹു തആല സ്വലാത്ത് വർഷിക്കട്ടെ, സലാമും വർഷിക്കട്ടെ എന്ന് അള്ളാഹു തആല കൽപ്പിച്ച സ്വലാത്തും സലാമും ചെല്ലാണ്. അപ്പൊ ബിസ്മി, ഹംദ്, ഷഹാദത്ത് കലിമകൾ, അതിന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സ്വലാത്ത്, ഇത് ആമുഖത്തിൽ കൊണ്ടുവരെ അനിവാര്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ആ ഘടകങ്ങളൊക്കെയും അവർ കൊണ്ടുവന്നു. സ്വലാത്തും സലാമും ചൊല്ലുന്നതിനെ പറ്റി പിന്നെ ഒന്നുകൂടി അത് പറയാം. സ്വലാത്തും വസലാമൻ, ഞാനൊരു സ്വലാത്താണ് ചൊല്ലുന്നത്, വസലാമൻ ഒരു സലാമുമാണ് ഇവിടെ കുറിച്ചത്. അഫൂസു ബിഹിമാ യൗമൽ മആദ്, നമ്മളെല്ലാവരെയും അല്ലാഹു തആല മടക്കുമ്പോൾ, പരലോകത്ത് മടക്കുമല്ലോ ജീവിച്ചു ഭരിച്ചതിന്റെ ശേഷം, ആ മടക്കുന്ന നാളിൽ ഈ സ്വലാത്ത് സലാമിന്റെ ബർക്കത്ത് കൊണ്ട് ഞാൻ വിജയിക്കും. റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന സ്വലാത്ത് സലാം കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ വിജയിപ്പിക്കട്ടെ. സ്വലാത്തും ഇങ്ങനെ ചൊല്ലി വർദ്ധിപ്പിച്ച ആളുകൾക്ക് അള്ളാഹിന്റെ റസൂലിന്റെ പ്രത്യേക ശഫാഅത്ത് കിട്ടും. റസൂലുള്ളാഹിന്റെ അടുപ്പക്കാരായിട്ട് അവർ മാറും. അങ്ങനത്തെവരൊക്കെ അള്ളാഹുവിന്റെ ഉപരി വിജയികളായി മാറും. അപ്പൊ ആ വിജയം കിട്ടുന്ന സ്വലാത്തും സലാമുമാണ് ഞാനിവിടെ ചൊല്ലുന്നത്, രേഖപ്പെടുത്തുന്നത് എന്ന് പ്രത്യേകം സ്വലാത്തും സലാമും രേഖപ്പെടുത്തി.
ശേഷം പിന്നെ മൂപ്പര് ഇതിന്റെ ചെറിയ വിവരണമാണ്. ഓ ബഅദു ബിസ്മി ഹംദു സ്വലാത്തു സലാമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ ശേഷം ഫഹാദാ ശർഹും മുഫീദുൻ, ഇത് നല്ല ഉപകാരപ്രദമായ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു വിവരണമാണ്. അലാ കിതാബിൽ മുസമ്മാ ബി ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ, ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ എന്ന പേരിൽ ഞാൻ എഴുതിയ ഒരു കിതാബിന് ഞാൻ കുറിക്കുന്ന വിവരണമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ കുറഞ്ഞ 10-20 പേജിൽ എഴുതാൻ പറ്റുന്ന ഒരു ചെറിയ ഗ്രന്ഥമാണ് ഖുർറത്തുൽ ഐൻ മുഹിമ്മാത്തുദ്ദീൻ. അതിന് ഞാൻ എഴുതുന്ന വിവരണമാണ്. വിവരണം കൂടിയപ്പോഴാണ് ഇത്ര കട്ടിയായത്. അപ്പോ ആ വിവരണം എന്റെ തന്നെ കിതാബ് ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ എന്ന കിതാബിൽ എഴുതുന്ന ഒരു ചെറിയ ശറഹാണ്. യുബയ്യിനുൽ മുറാദ, അതിലെ ഉദ്ദേശങ്ങളെയെല്ലാം ഈ ശറഹ് വിവരിച്ചു തരും. വയുതമ്മിമുൽ മുഫാദ, അതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടേണ്ടതും ഗ്രഹിച്ചെടുക്കപ്പെടേണ്ടതുമായ വിഷയങ്ങളെയെല്ലാം ഇത് കുറ്റമറ്റ രീതിയിൽ വിവരിച്ചു തരും. വയുഹസ്സുലുൽ മഖാസിദ, അതിൽ ലക്ഷ്യമാക്കി ഉദ്ദേശിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെയും ഇത് നല്ലവണ്ണം നിങ്ങൾക്ക് കരസ്ഥമാക്കി തരും. വയുബ്രിസുൽ ഫവായിദ, അതിൽ ഹൃദയഹാരിയായിട്ട് പറയുന്ന നല്ല നല്ല മസലകളെയെല്ലാം ഇത് വെളിപ്പെടുത്തി തരും ഈ ശറഹ്. ആ കിതാബിന്റെ അകത്തുള്ളതെല്ലാം ഇത് വെളിപ്പെടുത്തി നല്ല കാര്യങ്ങൾ വിവരിച്ചു തരുന്നതാണ്. വസമ്മൈതുഹു ബിഫത്ഹിൽ മുഈൻ ബിശർഹി ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ, ഖുർറത്തുൽ ഐൻ ബി മുഹിമ്മാത്തുദ്ദീൻ എന്ന കിതാബിന്റെ ശറഹായിട്ട് അള്ളാഹുവായ മുഈനായ അള്ളാഹു തആല തുറന്നു തന്നത്, അള്ളാഹുവിൽ നിന്ന് തുറന്നു കിട്ടിയത് എന്നാണ് ഞാൻ ഇതിന് പേര് വെച്ചത്. അതാണ് ഫത്ഹുൽ മുഈൻ എന്ന പേര്. പടച്ചോ മനസ്സിന് തുറന്നു തന്നതാണ് ഈ കിതാബിന്റെ ശറഹ് എന്നാണ്. ഒറ്റയ്ക്ക് വിചാരിച്ച് എഴുതിയതല്ല, ഞാനൊരു കിതാബുകാരനാണെന്ന് വിചാരിച്ച് എഴുതിയതല്ല, എങ്ങനെയെങ്കിലും എഴുതിയതല്ല. അള്ളാഹു തുറന്നു തന്നതാണ് ഇങ്ങനൊരു കിതാബ് എഴുതാനും ഒരു വിവരണം എഴുതാനുമുള്ള ഈ വിചാരം അള്ളാഹു തആല തുറന്നു തന്നതാണ്. അതിന് ഇൽഹാം എന്ന് പറയും. വലിയ വലിയ മഹാന്മാർക്കും ഔലിയാക്കന്മാർക്കും കിട്ടുന്ന ഈ സന്ദേശം വഹിയല്ല, വഹി അമ്പിയാക്കന്മാർക്കല്ലേ ഉണ്ടാവുള്ളൂ. ഔലിയാക്കന്മാർക്കും മഹാത്മാക്കൾക്കും ഇങ്ങനൊന്ന് കിട്ടിയാൽ അതിന്റെ പേര് ഇൽഹാം, നല്ല നിലക്കുള്ള അള്ളാഹു നൽകുന്ന സന്ദേശമാണ്. ആ സന്ദേശപ്രകാരമാണ് ഞാൻ ഈ കിതാബിൽ എഴുതിയത്, ഈ കിതാബിന് പേര് വെച്ചതെന്നാ പറയുന്നത്. വഅന അസ്അലുല്ലാഹൽ കരീമൽ മന്നാൻ, ഔദാര്യം ചെയ്യുന്ന, പ്രതിഫലങ്ങളൊന്നും സ്വാർത്ഥതകളൊന്നുമില്ലാതെ ഉദാരമായി എല്ലാ നന്മകളും ചെയ്യുന്ന അള്ളാഹുവിനോട് ഞാൻ പ്രത്യേകം ചോദിക്കുന്നു, ഈ കിതാബ് കൊണ്ട് ഉപകാരം എല്ലാവർക്കും വ്യാപകമാക്കണമെന്ന്. ലിൽ ഹാസ്വത്തി, വലിയ വലിയ മൂല്യന്മാരാകുന്ന ആലിമീങ്ങൾക്കും, വൽ ആമ്മത്തി, പൊതുജനങ്ങൾക്കും. അപ്പൊ പൊതുജനങ്ങൾക്കും ഉപകാരം കിട്ടണം, ഹാസത്തിനും ഉപകാരം കിട്ടണം എന്നാണ് ഈ കിതാബ് കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിച്ചത്. അതിൽ ആ ഹാസത്തിന്റെ ഉപകാരം മൂലം ഇങ്ങനെ കോളേജിലും ദുർസിലും കയറ്റി പഠിച്ച് നേടുന്നുണ്ട്. ഞമ്മക്കാർക്ക് ഈ ഉപകാരം കിട്ടിയിട്ടില്ലല്ലോ, ഫത്ഹുൽ മുഈൻ ഓതി കൊണ്ടുള്ള ഉപകാരം. ഇത് മൂപ്പർ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് ആദ്യം തന്നെ ആമുഖത്തിൽ കുറിച്ചതാണ്. ഹാസത്തിനും ആമ്മത്തിനും. ആമ്മത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാര്, ഹാസത്ത് എന്ന് പറഞ്ഞാൽ മൂല്യന്മാര്. അപ്പൊ പണ്ഡിതന്മാർക്കും കിട്ടണം, സാധാരണക്കാർക്കും കിട്ടണം. മിനൽ ഇഖ്വാൻ, അവരൊക്കെ അള്ളാഹുവിന്റെ ദീനിൽ എൻ്റെ സഹോദരന്മാരാണ്. എൻ്റെ സഹോദരന്മാരായ മൂല്യന്മാർക്കും പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഉപകാരം വ്യാപകമാക്കണമെന്ന്. നിർഭയത്വത്തിന്റെ വീടായ സ്വർഗത്തിൽ, ഫിർദൗസ് എന്ന അതിലെ മുന്തിയ സ്വർഗത്തിൽ എന്നെ അള്ളാഹു പ്രവേശിപ്പിക്കണം എന്നും ഞാൻ അള്ളാഹുവിനോട് യാചിക്കുന്നു. അള്ളാഹു അവരെ ആ ഫിർദൗസിൽ തന്നെ അവരുടെ മോഹം പോലെ പ്രവേശിപ്പിക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു തആല ആ ഫിർദൗസിൽ തന്നെ പ്രവേശിപ്പിക്കട്ടെ. ഇന്നഹു അക്രമു കരീം വഅർഹമു റഹീം. എല്ലാ ഉദാരന്മാരിലേക്കും വലിയ ഉദാരനും, എല്ലാ ഗുണം ചെയ്യുന്ന റഹ്മത്തുള്ളവരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനും റഹ്മത്തുള്ളവനുമാണ് അള്ളാഹു തആല. ആ അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞ് ഇതിന്റെ ആമുഖം അവർ അവസാനിപ്പിക്കണം. ഇനി അവര് മത്തിനിന്റെ ബിസ്മിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ക്ലാസ് നടക്കുന്ന വിധത്തിൽ ഇതെങ്ങനെ ചെയ്യും. ഒരു കിതാബാകുമ്പോൾ അതിന്റെ ആമുഖത്തിൽ ചിലപ്പോൾ നമുക്ക് വിഷയമല്ലാതെ ഈ പദങ്ങളെ സംബന്ധിക്കുന്ന ഒരു വിവരണമൊക്കെ ഉണ്ടാവും. ആ വിവരണം കൂടി ലേശം കേൾക്കേണ്ടി വരും. ഏതായാലും ഇത് ഓതുകയാണല്ലോ, കുറഞ്ഞ നിലയിൽ കേട്ട് ബാക്കി നമ്മുടെ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആദ്യത്തിൽ വരുമ്പോൾ കിതാബിന്റെ വിവരണം ലേശം ഉണ്ടാവും. അള്ളാഹിന്റെ റസൂലിനെയും
ദീനിനെ പറ്റിയൊക്കെ ലേശം പരിചയപ്പെടുത്തുക. അതൊക്കെ ഈ ജീവിതത്തിൽ തന്നെയാണ് പോകുക. ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മഹാനവറുകൾ പ്രാർത്ഥിച്ചതുപോലെ പണ്ഡിതന്മാർക്കെന്ന പോലെ സാധാരണക്കാർക്കും ഈ കിതാബിന്റെ ഉപകാരം അല്ലാഹു തആല വ്യാപകമാക്കട്ടെ. അതിനുവേണ്ടിയുള്ള നമ്മുടെ ശ്രമം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ജാമിയ നടത്തുന്ന ഈ ശ്രമം അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ഇതിന്റെ കൂടെ പഠിച്ചുകൊണ്ട് ഇതേ ജാമിയ നൽകുന്ന വജ്ര ജൂബിലി ആഘോഷത്തിന്റെ സമാപനത്തിൽ നൽകുന്ന സർട്ടിഫിക്കറ്റ് നേടാൻ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതിന് പറ്റുന്ന തരത്തിലുള്ള വിവരവും അറിവും അള്ളാഹു അവർക്ക് തുറന്നു കൊടുത്ത പോലെ നമ്മുടെ ഈ മനസ്സിലേക്ക് അല്ലാഹു തആല തുറന്നു നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.